ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഹൗസ് വാമിങ്ങിനായിട്ട് എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകളാട്ടോ ഷെയർ ചെയ്യുന്നത്. കൂടുതലും കിച്ചൺ ഐറ്റംസാണ്. എന്തായാലും നമ്മൾ ലേഡീസിന് ഇതുപോലത്തെ ഐറ്റംസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും. തീർച്ചയായിട്ടും ഇതിൽ ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും. അത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ്. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളത് നെസ്റ്റേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. നെസ്റ്റേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിനെ പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഇത് ഒരുപാട് പേര് ഇപ്പം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്സൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള അറിയാം. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അതായത് എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അൺബോക്സിങ് കാണിക്കാം. പിന്നെ വേറെ പറയാനുള്ളത് ഇവരുടെ പാക്കിങ്. കുറേ പ്രോഡക്റ്റ്സൊക്കെ ഗ്ലാസ് വെയർസൊക്കെ ഉണ്ടായിരുന്നു. ഒരെണ്ണം പോലും ഒരു കേടും വരാതെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അത്രയും നല്ല പാക്കിംഗ് ആണ്. പിന്നെ നെസ്റ്റേഷ്യയുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഈ പ്രോഡക്റ്റ്സ് എല്ലാതും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്. ഇനി നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് കണ്ടു നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ നെസ്റ്റേഷ്യയുടെ നല്ലൊരു സ്നാക്ക് ബൗൾ സെറ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സെറ്റാട്ടോ. നല്ല ക്യൂട്ട് പാറ്റേണിൽ നല്ല ഭംഗിയുള്ള കളറിലാണ് ഈ ഒരു സ്നാക്ക് ബൗൾ സെറ്റ് വരുന്നത്. 5 ബൗളുകളുണ്ട് കേട്ടോ അതിൽ. ഈ ബൗളുകൾ ചിപ്പ് റെസിസ്റ്റൻറ്റ് സെറാമിക് ആണ്. കൂടാണ്ട് 100% ഫുഡ് സേഫ് ആണ്, ലെഡ് ഫ്രീ ആണ്, അതുപോലെ മൈക്രോവേവ് ആൻഡ് ഡിഷ് വാഷർ സേഫ് കൂടിയാണ് കേട്ടോ. ഇത് ആക്ച്വലി സ്നാക്ക് ബൗളായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അങ്ങനത്തെ നല്ലൊരു ബോളാണ് കേട്ടോ. ബോൾ സെറ്റാണ്. അടുത്ത പ്രോഡക്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതായത് ഇത് രണ്ടും കൂടി ഒരുമിച്ചുള്ളൊരു സെറ്റാട്ടോ. ഒരു നൂഡിൽ ബോൾ സെറ്റാണ്. നല്ല ഭംഗിയുള്ള കളറിൽ നല്ലൊരു സെറാമിക് ഒരു ബോൾ സെറ്റാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിപ്പ് റെസിസ്റ്റൻറ്റ് സെറാമിക് ആണ്, മൈക്രോവേവ് ആൻഡ് ഡിഷ് വാഷർ സേഫാണ്, 100% ഫുഡ് സേഫാണ്, ലെഡ് ഫ്രീ ആണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓയിൽ അല്ലെങ്കിൽ സോസൊക്കെ ഒഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. പിന്നെ പൊതുവേ എനിക്ക് വുഡൻ ട്രേകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നല്ലൊരു സെർവിങ് ട്രേ ആണ്. ഇതൊരു സെറ്റാട്ടോ. ഗോൾഡൻ ഹാൻഡിൽസൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചുള്ളൊരു സെറ്റാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ട്രേ. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ഇനിയാണ് താരം. നല്ലൊരു സെറാമിക് കുക്കിംഗ് പോട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റൗ ഫ്ലെയിമിൽ വെക്കാൻ പറ്റും, സേഫാണ്. അതുപോലെ തന്നെ ഇതിൽ ചൂട് കുറേ നേരം നിൽക്കും. അതുപോലെ മൈക്രോവേവ് സേഫാട്ടോ. അതിന് ലിഡ് ഇല്ലാണ്ട് മൈക്രോവേവ് സേഫാണ്. കൂടാണ്ട് ഫുഡ് നമ്മൾ അടിയിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഡയറക്റ്റ്ലി നമുക്ക് സെർവ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ടേബിളിൽ വെക്കാൻ പറ്റും. ഇനി അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ് ഇവിടുത്തെ താരം കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. നല്ലൊരു അടിപൊളി സ്റ്റോറേജ് ജാർസ് വിത്ത് റാക്ക്. ഈ ഒരു സംഭവം നാച്ചുറൽ ബാംബു ആണ്. വുഡൻ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. എക്കോ ഫ്രണ്ട്ലി ആണ്, സസ്റ്റൈനബിൾ ആണ്. പിന്നെ എന്താ പറയാനുള്ളത്, ആ ഒരു ക്യൂട്ട്നെസ് കണ്ടോ. പിന്നെ അതുപോലെ BPA ഫ്രീ, ഫുഡ് സേഫാണ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സുകളാണ്. പിന്നെ കിച്ചൺ ഭയങ്കര സ്റ്റൈലിഷ് ആവും ഇത് വെച്ച് കഴിഞ്ഞാൽ. വേറെ ഒന്നും നോക്കാനില്ല. ഇതിൽ ശരിക്കും നമുക്ക് സ്പൈസ് പൗഡേഴ്സാണ് ഇട്ട് വെക്കാൻ യൂസ്ഫുൾ ആകുക. പക്ഷേ എനിക്ക് ഈ ഒരു പാത്രത്തിൻ്റെ ക്യൂട്ട്നെസ് കൊണ്ട് സ്പൈസ് പൗഡേഴ്സ് ഇട്ട് വെക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാനതിൽ സ്പൈസസ് ആണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആവും. വേറെ ഒന്നും പറയാനില്ല. അത്രയും ക്യൂട്ടാണ് സംഭവം. പിന്നെ ഞാനൊരു ടേബിൾ ക്ലോത്തും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇത് 4 സീറ്റർ ടേബിളാണ്. ഇത് 6 സീറ്റർ ടേബിൾ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇത് മെയ്ഡ് ഫ്രം പ്രീമിയം കോട്ടൺ ആട്ടോ. പിന്നെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ്. നല്ല ഡ്യൂറബിൾ ഫാബ്രിക്കാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മെഷീൻ വാഷബിളാണ്, ഈസി ടു മെയിൻറ്റെയിൻ. പിന്നെ ഫെയ്ഡ് റെസിസ്റ്റൻറ്റ് കളേഴ്സും കൂടിയാണിത്. അപ്പം ഇനി ഓരോ പ്രോഡക്ട്സിൻ്റെയും യൂസേജ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വുഡൻ ട്രേയില്ലേ, അതിൻ്റെ ഹാൻഡിൽ ഉണ്ടല്ലേ, നല്ല ഗോൾഡൻ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മളെ സ്നാക്ക് ബോളുകൾ കേട്ടോ. അത് 5 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് സ്നാക്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിത് കോൺഫ്ലേക്സോ കുട്ടികൾക്ക് കൊടുക്കൂലേ, അതിനൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിൽ കൊടുക്കാം. അങ്ങനത്തെ ഓരോ പേർപ്പസിനായിട്ടുള്ള ബൗളുകളാട്ടത്. നമുക്ക് ചില പാത്രങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ക്യൂട്ട്നെസ് കൊണ്ട് എന്തിനായിരിക്കും നമ്മളത് യൂസ് ചെയ്യുക, എന്ത് ആവശ്യത്തിനാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രമാണിത്. ഇത് നൂഡിൽ ബൗളാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇതിൽ നമ്മൾ അവർക്ക് നൂഡിൽസ് സൂപ്പൊക്കെ കൊടുക്കുമ്പോൾ കേട്ടോ.
അതിൽ അത്യാവശ്യം നേരം ചൂടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ കുട്ടിക്ക് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സ്പൈസ് റാക്ക് കേട്ടോ. അപ്പം ഈ ഒരു റാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡിലൻ പ്രോഡക്റ്റാണ്. നമ്മൾ കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആവും. അതിൽ ഓരോ പൊടികളൊക്കെ വെച്ചിട്ട് അതൊന്ന് കാണിച്ചു തരാം. പിന്നെ ക്വാളിറ്റി വൈസ് ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ജാറുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഇതിനുണ്ടോ നല്ല അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ആ ഒരു അടപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്തൊക്കെ വെച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അപ്പോൾ 2 ഗ്ലാസിൻ്റെ ജാറുകളാണുള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ ഞാൻ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് വെക്കുന്നുണ്ട്, ഒരെണ്ണത്തിൽ ഞാൻ വെളിച്ചെണ്ണയും ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിക്കുന്ന പാത്രം കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇതുപോലെ ഓയിൽ അല്ലെങ്കിൽ സോസൊക്കെ ഒഴിക്കാൻ പറ്റിയ നല്ലൊരു പാത്രമാണ്, ഗ്ലാസിൻ്റെ പാത്രമാണെന്ന്. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ജാറുകളില്ലേ, അതിൽ ഞാൻ ഇത് ചിയ സീഡാണ്. അങ്ങനെ സ്പൈസ് പൗഡേഴ്സ് ഞാൻ ഇട്ട് വെക്കുന്നില്ല, കാരണം എനിക്ക് ഒരു വിഷമം, ഇത്രയും ക്യൂട്ടായിട്ടുള്ള പാത്രത്തിൽ എങ്ങനെയാണ് നമ്മൾ പൗഡേഴ്സ് ഇട്ട് വെക്കുകയെന്ന്. അപ്പോൾ ഞാൻ അധികം എപ്പോഴും യൂസ് ചെയ്യാണ്ടാത്ത സാധനങ്ങളൊക്കെ അതിൽ വെക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്ത് മീൻസ് ആവശ്യമുള്ളവർക്ക് സ്പൈസ് പൗഡേഴ്സും അങ്ങനത്തെ സ്പൈസസൊക്കെ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജീരകം, കരിഞ്ജീരകം, അതുപോലെ ഉലുവ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ നല്ല പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ സ്പൈസസ്, ഇതുപോലത്തെ സ്പൈസസൊക്കെയാണ് ബാക്കിയുള്ള ബൗളുകളിൽ ഇട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ കോൺഫ്ലിക്സ്, മ്യൂസ്ലി അതൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ, എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങൾ. പിന്നെ നമ്മുടെ സെറാമിക് കുക്കിംഗ് പോട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കളറ് കണ്ടോ, ആ ഒരു ലിഡിൻ്റെ കളറ്. അപ്പോൾ ഞാനിതാ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ആദ്യം സോസ് ഇത് തയ്യാറാക്കുകയാണ്. സോസ് തയ്യാറാക്കുമ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത് കേട്ടോ. കാരണം അടിയിൽ പിടിക്കുന്നില്ല, അതുപോലെ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്, ചൂട് കുറേ നേരം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനും യൂസ് ചെയ്യാം, അതായത് ഭക്ഷണം കുക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അതുകൊണ്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ആ ചൂട് നിൽക്കുന്നുണ്ട്. ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നല്ല ക്രീമി മാക്രോണി റെഡ് സോസ് പാസ്റ്റയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്രീമി പാസ്ത റെഡിയാണ്, ചിക്കൻ പാസ്റ്റയാണ്. അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, തുറക്കുന്ന സമയത്ത് ആവി വറക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇനി നമ്മളിത് ടേബിളിൽ വെച്ചു, നമ്മൾ സെർവിങ് പാത്രമായിട്ട് തന്നെ. അപ്പോഴും ആവി വറക്കുന്ന കണ്ടില്ലേ, അത്രയും ആ ചൂട് നിൽക്കുന്നുണ്ട്. ഒരു കാസ്ട്രോള് പോലെയും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നൂഡിൽ ബൗളിൽ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മാക്രോണി അല്ലെങ്കിൽ പാസ്റ്റയാണ് കേട്ടോ. അപ്പോൾ നൂഡിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പം നൂഡിലിന് പകരം ഞാൻ പാസ്റ്റയാണ് അതിൽ കൊടുക്കുന്നത് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ബൗളിലൊക്കെ കൊടുക്കുമ്പോഴേ. അപ്പോൾ അവർക്ക് മതിയെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം. അപ്പോൾ ചൂട് കുറച്ച് നേരം നിൽക്കുന്നുണ്ട് അതിൽ. സോ നെസ്റ്റേഷ്യ ബ്രാൻഡിൻ്റെ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക, അതിൽ ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ എന്തായാലും വാങ്ങിക്കാം കേട്ടോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ, അടിപൊളി പ്രോഡക്റ്റ്സാണ്.